ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം. നമുക്കറിയാം, സുബഹ് നിസ്കരിച്ചാൽ നമ്മുടെ മുഖപ്രസന്നത വർദ്ധിക്കും, ളുഹർ ദാരിദ്ര്യത്തിൽ നിന്ന് സംരക്ഷിക്കും, അസ്ർ ആരോഗ്യം നിലനിർത്തും, മഗ്രിബ് ഹൃദയശാന്തി നൽകും, ഇശാ സമാധാനപൂർണമായ ഉറക്കം നൽകും. ഇങ്ങനെ വ്യത്യസ്ത ഗുണങ്ങൾ ഖുർആനിലും ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ നിസ്കാരത്തിൽ ഖുശൂഅ് വേണം. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഈ ഖുശൂഅ് എന്ന് പലർക്കും അറിയില്ല. ഭയഭക്തി വേണം. ലളിതമായി പറഞ്ഞാൽ ശ്രദ്ധ വേണം. നോക്കൂ, ഈ ശ്രദ്ധ ലഭിക്കാൻ നമ്മൾ നിസ്കാരം പഠിപ്പിച്ച അതേ കിതാബുകളിലും അതേ ഭാഗങ്ങളിലും ഹദീസുകളിലൊക്കെ കാണാം. പ്രധാനമായിട്ട് 3 മാർഗമുണ്ട്. പക്ഷേ സങ്കടം, പല പ്രയാസങ്ങളും പറഞ്ഞു വരുന്ന ആളുകളോട് സംസാരിച്ച് നോക്കുമ്പോൾ അവർ നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഈ 3-1 പോലും അവർ നിസ്കരിക്കുമ്പോൾ ചെയ്യാറില്ല. അപ്പോൾ നിസ്കാരം നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക മേഖലകളിലും നമുക്ക് സഹായമായി, നമുക്കൊരു കവചമായി, നമുക്കൊരാശ്വാസമായി വർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ആത്മാവിനെ തൊടുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളൊന്ന് നിസ്കാരത്തിൽ ചെയ്തു നോക്കൂ. അതിൻ്റെ മാറ്റവും സുഖവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കാനാകും. ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത നിസ്കാരത്തിൽ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം ഫീൽ ചെയ്യും. ഇത് ഈ വീഡിയോയുടെ പ്രത്യേകതയല്ല, മറിച്ച് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ പ്രത്യേകതയാണ്. അത് ഹദീസിലും കിതാബുകളിൽ വ്യത്യസ്ത രൂപത്തിലൊക്കെ പറയുന്ന കാര്യമാണ്. അപ്പോൾ നിസ്കാരത്തിലെ ഖുശൂഅ് വർദ്ധിക്കാനുള്ള 3 മാർഗങ്ങളാണ് പറയുന്നത്. ഇതിലൊന്ന് ഏതൊരാൾക്കും എളുപ്പത്തിൽ ചെയ്തു തുടങ്ങാനാകുന്നതാണ്. അറബി ഭാഷയിൽ വലിയ പ്രാവീണ്യമൊന്നുമില്ലാത്ത, അർത്ഥമൊന്നും വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആളുകൾക്കും കുട്ടികൾക്ക് പോലും ചെയ്തു തുടങ്ങാവുന്ന ഒന്നാണ്. എന്നാൽ അതിൻ്റെ ഗുണം വളരെ വലുതുമാണ്. നിസ്കാരത്തിലെ ശ്രദ്ധയുമായി ബന്ധപ്പെട്ട് വലിയ ഗുണമുണ്ട്. എന്തായാലും ആ കാര്യം ഞാൻ അവസാനം പറയാം. ആദ്യം ഒന്നാമത്തേത്, നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഓതുന്ന ഫാത്തിഹയുടെ അർത്ഥം പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് നിസ്കാരത്തിൽ ഫാത്തിഹ അർത്ഥമറിഞ്ഞോതുക. കഴിയുമെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതാറുള്ള സൂറത്തുകളുടെ അർത്ഥവും പഠിക്കുക. ഇത് കേൾക്കുമ്പോൾ ഇതുവരെ അർത്ഥത്തിലേക്കൊന്നും ശ്രദ്ധിക്കാത്തവർ, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തവർക്ക് പ്രയാസമൊക്കെ തോന്നും. നിങ്ങളൊന്ന് ഒരുങ്ങിയാൽ ഒരാഴ്ച കൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി കുറച്ച് അധ്വാനിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നിസ്കാരത്തിൽ പലതും ആവർത്തിച്ചിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് അർത്ഥം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ഒന്നാമത്തേത് ചുരുക്കി പറഞ്ഞാൽ ഇതാണ്: അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക. ഫാത്തിഹയും സൂറത്തുകളടക്കമുള്ള കാര്യങ്ങൾ അത് അർത്ഥമറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നിസ്കാരത്തിലെ ദിക്റുകൾ, പ്രത്യേകിച്ച് റുക്കൂഇലെയും സുജൂദിലെയും ദിക്റുകൾ. ഈ സുജൂദിനും റുക്കൂഇനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് പറയാം. നിസ്കാരത്തിലെ ആ 2 സ്ഥലങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം ദീർഘിപ്പിക്കുന്നതിനനുസരിച്ച് നിസ്കാരത്തിലെ ശ്രദ്ധ വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ സമയം ദീർഘിപ്പിക്കാൻ വേണ്ടി 3 തവണ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, റുക്കൂഇലെയും സുജൂദിലെയും ദിക്റുകൾ അത് 3-ൽ നിന്ന് 5-ഉം 7-ഉം 9-ഉം 11 വരെയൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കുക. ആ വർധനവ് കാരണം ഉണ്ടാവുന്ന സുജൂദിലെയും റുക്കൂഇലെയും ആ ഒരു ദൈർഘ്യം അത് നിസ്കാരത്തിൻ്റെ ഖുശൂഇനെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ലളിതമായി പറഞ്ഞാൽ രണ്ടാമത്തേത് നിസ്കാരത്തിലെ ദിക്റുകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം പറയാം. ഇത് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ടതൊന്നുമില്ല. ചെയ്യാൻ എളുപ്പവും ഗുണങ്ങളേറെയുമാണ്. പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, ആ ഒരു സുക്കൂൻ, അടക്കം, അതുണ്ടാക്കുന്നതിൽ ഈ മൂന്നാമത്തെ കാര്യം അത്യധികം ഗുണം ചെയ്യും. ഞാൻ എന്തിനാണ് ഈ മൂന്നാമത്തെ കാര്യം പറയാൻ ഇത്ര ബിൽഡപ്പ് ഇടുന്നത്, ഇത്ര വെയിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം ഇതാണ്: ഞാനിത് നേരെ അങ്ങ് പറഞ്ഞാൽ നിങ്ങൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും, ഓ ഇതാണോ, നിസ്സാരമായിട്ടെടുക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കതൊരു വലിയ നഷ്ടമാകും. അതുകൊണ്ട് ഗൗരവത്തിലെടുക്കുക. എന്തായാലും പറയാം. ഇദാമത്തുൻ നദ്രി ഇലാ മഹല്ലി സുജൂദ്, ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇദാമത്തുൻ നദ്രി ഇലാ മഹല്ലി സുജൂദ്. നമ്മുടെ നോട്ടം അത് സുജൂദിൻ്റെ സ്ഥലത്തേക്കാവുക എന്നുള്ളതാണ് ഈ ഇദാമത്തുൻ നദ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ശരിയാണ്,
സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ തുടങ്ങണം എന്ന കാര്യം പലർക്കും അറിയില്ല. എപ്പോൾ ആരംഭിക്കണം എന്നതിനെക്കുറിച്ച് പലർക്കും ധാരണയില്ല. ഒരുപാട് ആളുകൾ നിസ്കാരം ആരംഭിച്ചതിന് ശേഷമാണ്, തക്ബീറൊക്കെ കെട്ടിയതിന് ശേഷമാണ് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കാറുള്ളത്. അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ഏകാഗ്രത അനുഭവിക്കണമെങ്കിൽ, ആ മനോഹരമായ ഒരു നിശ്ചലത, ആ ഒരു ഏകാഗ്രത അത് ഫീൽ ചെയ്യണമെങ്കിൽ ഇദാമത്തു നവർ എന്ന അതിമഹത്തായ സുന്നത്ത് നിസ്കാരത്തിൽ ചെയ്യേണ്ട ശരിയായ രൂപം മനസ്സിലാക്കണം. അതിങ്ങനെയാണ്: നിസ്കാരത്തിന് വേണ്ടി നിൽപ്പുറപ്പിച്ച ശേഷം, കാലുകളുടെ അകലൊക്കെ നോക്കി നിൽപ്പുറപ്പിച്ച ശേഷം തക്ബീർ ചൊല്ലുന്നതിൻ്റെയും ആ തക്ബീർ ചൊല്ലാൻ വേണ്ടി കൈകൾ ഉയർത്തുന്നതിൻ്റെയും മുമ്പ് നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ലോക്ക് ചെയ്യണം, ഉറപ്പിക്കണം. പിന്നെ അവിടെ നിന്ന് ആ കണ്ണ് മാറരുത്. കണ്ണ് സുജൂദിൻ്റെ സ്ഥലത്ത് ഉറപ്പിച്ച ശേഷം തല ഒരൽപ്പം താഴ്ത്തണം. പിന്നെയാണ് നിസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. നോക്കൂ, പിന്നെ നിങ്ങൾ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിക്കുകയാണ്. അതൊന്ന് അർത്ഥമറിഞ്ഞ് നിസ്കാരത്തിൽ ആ തക്ബീർ ചൊല്ലി അങ്ങ് പ്രവേശിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം അള്ളാഹു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ. ഇത് ശരിക്കും ഉൾക്കൊണ്ട് 5 നേരം നമ്മളിങ്ങനെ പറയുമ്പോൾ പിന്നെ എത്ര വലിയ പരാജയങ്ങളും എത്ര വലിയ ടെൻഷനുകളും എത്ര വലിയ പ്രതിസന്ധികളും നിങ്ങളെ തളർത്തുകയില്ല. അതുപോലെ തന്നെ എത്ര വലിയ സന്തോഷ അവസരങ്ങൾ വരുമ്പോഴും നിങ്ങൾ മതിമറക്കില്ല, നിങ്ങളുടെ ആ കാംനെസ് നഷ്ടപ്പെടില്ല. അല്ലാഹു അക്ബർ. കാരണം എല്ലാത്തിനും മുകളിൽ നിങ്ങൾക്ക് റബ്ബുണ്ട്. ഓക്കെ, ഞാൻ ആ കാര്യത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇനി എപ്പോഴാണ് നമ്മുടെ ആ സുജൂദിൽ പതിപ്പിച്ച കണ്ണ് ആ സുജൂദിൻ്റെ സ്ഥലത്ത് നിന്ന് മാറ്റേണ്ടത്? അത്തഹയ്യാത്തിൽ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ചൂണ്ടുവിരൽ ഉയർത്തുന്ന സമയത്ത് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ആ നോട്ടം ചൂണ്ടുവിരലിലേക്ക് മാറ്റണം. അതുവരെ കൃഷ്ണമണി ഇളക്കരുത്. ഇതെല്ലാവർക്കും മനസ്സ് വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. ഇങ്ങനെ ഒന്ന് നിസ്കരിച്ചു നോക്കൂ. നിസ്കാരത്തിലെ മധുരം നമുക്ക് അനുഭവിച്ച് തുടങ്ങാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തിലെ ആ അടക്കത്തിൻ്റെ, നിശ്ചലതയുടെ ആ അനുഭൂതി നമുക്ക് ലഭിച്ചു തുടങ്ങും. നമ്മെ സൃഷ്ടിച്ച് ജീവവായു നൽകുന്ന സ്നേഹനിധിയായ റബ്ബിൻ്റെ മടിത്തട്ടിൽ തലചായ്ക്കുന്ന ഒരു സുഖം സുജൂദിൽ കിടക്കുമ്പോൾ നമുക്ക് ലഭിക്കണം. വഫഖനല്ലാഹ്. ഓരോ ദിവസവും നിസ്കാരത്തിലൂടെ റബ്ബിൻ്റെ സ്നേഹത്തിലേക്ക്, അത്തഹയ്യാത്തിലെ സലാമുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിലേക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനാകട്ടെ.